നിയമസഭയിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി ജി.ആർ. അനിൽ. കേന്ദ്ര സർക്കാരിന്റെ വികല നയങ്ങൾ അർഹരായവർക്ക് റേഷൻ നിഷേധിക്കുന്നു. നെൽകർഷകർക്കുള്ള താങ്ങുവില തടഞ്ഞുവെച്ചു. റൈസിന്റെ വിതരണം നഷ്ടം സഹിച്ചുകൊണ്ടെന്നും മന്ത്രി. വിമതർക്ക് അന്ത്യശാസനവുമായി ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കണം. നിർദ്ദേശം പാലിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്തെന്ന് മുന്നറിയിപ്പ്. സർക്കുലർ ഇറക്കി എറണാകുളം അങ്കമാലി അതിരൂപത. സഹമന്ത്രി സ്ഥാനത്തിൽ സുരേഷ് ഗോപിക്ക് അതൃപ്തി. തൃശൂരിലെ മിന്നും ജയത്തിൽ അർഹമായ പരിഗണന കിട്ടിയില്ലെന്ന് അടുത്ത വൃത്തങ്ങൾ. ജോർജ് കുര്യന് വിദേശകാര്യം, ന്യൂനപക്ഷക്ഷേമം, സഹകരണ വകുപ്പുകളിൽ പരിഗണന. ആദ്യ മന്ത്രിസഭാ യോഗം വൈകിട്ട് 5. രാജ്യസഭാ സീറ്റ് പ്രതിസന്ധി മറികടക്കാൻ LDF ശ്രമം. CPIM വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കും. കേരള കോൺഗ്രസ് എമ്മുമായി കാലാവധി പങ്കിടാൻ ആലോചന. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ലീഗ് സ്ഥാനാർത്ഥിയായി ഹാരിസ് ബീരാനെ ഇന്ന് പ്രഖ്യാപിക്കും. കേരള വിഷൻ വാർത്ത തുണയായി തിരുവനന്തപുരം പെരിങ്ങമലയിലെ സംഗീതയ്ക്കും കുടുംബത്തിനും ഇനി ഭയമില്ലാതെ അന്തിയുറങ്ങാം. സുമനസ്സുകളുടെ സഹായത്താൽ വീടൊരുങ്ങി. 2020 ലോകകപ്പിൽ ഇന്ത്യക്ക് ത്രസിപ്പിക്കുന്ന ജയം. പാകിസ്ഥാനെ തോൽപ്പിച്ചത് 6 റൺസിന്. അവിശ്വസനീയ ജയമൊരുക്കി ജസ്പ്രീത് ബുംറ.